അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ ഭക്തിയിലിരുന്ന് കുറച്ചു കാലം കഴിയുമ്പോൾ വിട്ടുപോകും. ചെറിയ ചെറിയ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ അവരത് വിട്ടുപോകും. പരീക്ഷണവും വളരെ നല്ലതാണ്. ഭഗവാൻ പറയുന്നുണ്ട്, ആചാര്യന്മാർ സുഖദുഃഖ രണ്ടിനെയും ഒരുപോലെ കാണും. സുഖവും നമ്മളെ ഭക്തിയിൽ വളർത്തും, ജീവിതത്തിൽ സന്തോഷം തരും. ദുഃഖവും നമുക്ക് ഭക്തിയിൽ ചിലപ്പോ അറിയില്ല ഏതാ നല്ലത് ഏതാ ചീത്ത എന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കില്ല. ഒരു മാനുണ്ടായിരുന്നു, അതിനെന്താ പറയാന്നറിയില്ല മലയാളത്തില്, സ്റ്റാഗ്, വലിയ കൊമ്പൊക്കെ ഉള്ള, കിരീടം പോലെ കൊമ്പുണ്ടാകും തലയിൽ, കലമാൻ അല്ലെ, വലിയ കൊമ്പുകളാണ്, അതിന്റെ ശാഖയിൽ തലയിൽ കിരീടം വെച്ചതുപോലെ ഉണ്ടാകും. ആ മാന് ഒരു ദിവസം നദിയിൽ ചെന്ന് വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചപ്പോ തന്റെ രൂപം ആ വെള്ളത്തില് കണ്ടു, റിഫ്ലക്ഷൻ കണ്ടു. നോക്കിയപ്പോ ആ കൊമ്പുകൾ കാണാൻ എന്ത് ഭംഗിയാണ് അല്ലേ, അങ്ങനെ വളഞ്ഞ് ഇങ്ങനെ വളഞ്ഞ് അങ്ങനെ വളഞ്ഞ് അങ്ങനെയൊക്കെ നിൽക്കുന്നു, വലിയ കിരീടം വെച്ചതുപോലെ. മാനിന് വലിയ സന്തോഷമായി. കുറച്ചു കഴിഞ്ഞ് തന്റെ കാലിനെ നോക്കി, ആ റിഫ്ലക്ഷനിൽ വെള്ളത്തിൽ നോക്കിയപ്പോ, നിഴലില് നോക്കിയപ്പോ കാലെല്ലാം ഈർക്കല് പോലെ, പെൻസില് പോലെ വടി കണക്കില്ല. ആ മാന് വിചാരിച്ചു, എന്ത് വൃത്തികെട്ട കാലാണ്, എന്റെ കൊമ്പ് കണ്ടില്ലേ, രാജകീയമായി പ്രൗഢി തരുന്ന രീതിയിലുള്ള കൊമ്പുകൾ, കാല് നോക്ക്. ഇഷ്ടപ്പെട്ടില്ല മാന്. അങ്ങനെ തന്റെ സ്വന്തം ഭംഗി വെള്ളത്തിൽ നോക്കി ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് പുറകെ ഇരുന്ന ഒരു സിംഹത്തിന്റെ ഗർജന ശബ്ദം. മാന് ഭയന്ന് ഓടാൻ തുടങ്ങി. വളരെ അടുത്ത് സിംഹം പുറകെ ഉണ്ട്, ജീവനും കയ്യിൽ പിടിച്ചിട്ട് ഓടി. ഞാൻ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, രാവിലെ എല്ലാരും ചിലർ ഓടാൻ പോകും, അതല്ല ഓട്ടം. പട്ടി ഓട്ടിക്കുമ്പോൾ ഉള്ള ഓട്ടം ഉണ്ടല്ലോ, അതാണ് ശരിക്കുള്ള ഓട്ടം. അപ്പോ ഈ സിംഹം പുറകെ ഉള്ളത് കൊണ്ട് മാൻ ഭയന്ന് ഓടാൻ തുടങ്ങി, ജീവൻ കൊണ്ട്. അപ്പൊ ഈ കുറ്റിച്ചെടികളുടെ ഇടയും വള്ളിച്ചെടികളുടെ ഇടയ്ക്കൊക്കെ ഈ മാൻ ഓടി. അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോ ഈ താഴെ വളർന്നിരുന്ന വള്ളിച്ചെടികളെല്ലാം അതിന്റെ കൊമ്പിൽ കയറി ഇങ്ങനെ എല്ലാം കുരുങ്ങി. മാനിന് ഓടാൻ സാധിച്ചില്ല. സിംഹം വന്നു, മഹാപ്രസാദേ ഗോവിന്ദേ എന്ന് പറഞ്ഞിട്ട് ആ മാനിനെ അടിച്ചു പോയി. ഇപ്പോ മാൻ അഹങ്കരിച്ച കൊമ്പ് കാരണമാണ് മാൻ കുടുങ്ങിയത്. അത് വെറുത്ത കാലുകളാണ് മാനിനെ രക്ഷിച്ചത്. നമുക്ക് ലൈഫിൽ തന്നെ ഏതാ ശരി ഏതാ തെറ്റെന്ന് അറിയില്ല. നമ്മൾ ശരിയെന്ന് വിചാരിക്കുന്ന പലതും തെറ്റായിരിക്കും, തെറ്റെന്ന് വിചാരിക്കുന്ന പലതും ശരിയായിരിക്കും. ഇവൻ എൻ്റെ ശത്രു എന്ന് വിചാരിച്ചാൽ ചിലപ്പം അവനായിരിക്കും എന്നെ ജീവിതത്തിൽ രക്ഷിക്കുന്നത്. മിത്രമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ശത്രുക്കളായിരിക്കും. കാലക്രമേണ എല്ലാം മാറിപ്പോകും. അങ്ങനത്തെ ഒരു കാലമാണ് കലികാലം എന്ന് പറയുന്നത്. പക്ഷേ സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും, ലാഭം നഷ്ടം, പരീക്ഷണ ഘട്ടമാണെങ്കിലും, ഈശ്വരന്റെ അനുഗ്രഹകാലമാണെങ്കിലും നമ്മൾ ഭഗവാന്റെ നാമജപവും ഭഗവത് ആശ്രയം മാത്രം വിടാൻ പാടില്ല. 2 ദിവസം മുമ്പേ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ദിവസവും നാമജപം ചെയ്തിട്ട് എന്ത് പ്രയോജനം, ഈശ്വരൻ എൻ്റെ അസുഖം മാറ്റി തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. വലിയ രീതിക്ക് വരുന്ന അസുഖമാണ് നാമജപം കൊണ്ട് വളരെ ചെറുതായി പോകുന്നത്. നടന്ന ഒരു കഥ പറയാം. ഇത് ഒരു പുരാണ കഥയോ ഇതിഹാസമോ അല്ല, നടന്ന സംഭവം. ഒരാൾ വീട് പണിതു, വളരെ പാവപ്പെട്ട മനുഷ്യനാണ്. ഇഷ്ടികയൊക്കെ വെച്ച് ഓടൊക്കെ വെച്ചിട്ട് ഒരു വീട് പണിതു. നല്ല മഴക്കാലത്ത് ആ വീട്ടിൽ ചെറിയ ഒരു ക്രാക്ക് വീണു. ഉടനെ നാട്ടുകാരൊക്കെ പറഞ്ഞു, നീ ഈ വീടിനെ എത്രയും പെട്ടെന്ന് റിപ്പയർ ചെയ്യണം. ഇയാൾ പറഞ്ഞു, എന്നെ എല്ലാരും പറ്റിച്ചു, ഞാൻ ഇനി ഒന്നും ചെയ്യൂല, ഇവിടെ തന്നെ ഇരിക്കും. വാശിയായി
അങ്ങനെ ബലമായ മഴ പെയ്തപ്പോ മേലെ ഉണ്ടായിരുന്ന ഓടുകളുടെ ഒരു മരക്കഷ്ണം ഇയാളുടെ കൈയുടെ മീതെ വീണു. നടന്ന കഥയാണ്. കയ്യിൽ വീണപ്പോ ആൾക്കാർ പറഞ്ഞു നല്ല മുറിവൊക്കായി. ശരി, പോയി ഒരു ഡോക്ടറെ അടുത്ത് പോയി ഒന്ന് കാണിച്ചത്. ഞാൻ ഒരു സ്ഥലത്തും വരില്ല, ഇവരെന്നെ ചതിക്കാണ് ചെയ്തത്, കെട്ടിടക്കാര് ചതിക്കും. ഇനി ഡോക്ടറെ അടുത്ത് പോയ അയാളും കൂടെ എന്നെ ചതിക്കും. അതും ഇതും പറഞ്ഞിട്ട് എന്റെ പൈസ എല്ലാം പിടിച്ചു വാങ്ങിക്കും. അതും ശരിയാണ്. ഡോക്ടറെ അടുത്ത് പോയാൽ അസുഖം പകുതി, ആ ബാക്കി ബില്ലും കൂടെ കാണുമ്പോൾ ഉള്ള ജീവനും കൂടെ പോയിക്കോളും. അതെന്താന്നറിയില്ല. ഈ ഡോക്ടർമാരുടെ കയ്യക്ഷരം എപ്പോഴും നോക്കിക്കഴിഞ്ഞാല്, ഇവിടെ ആരെങ്കിലും ഡോക്ടർ ഉണ്ടോ? ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണോ? കൊള്ളൂല്ല. അതെന്താ, നിങ്ങൾക്ക് പ്രത്യേക ട്രെയിനിങ് ആണോ? ആർക്കും മനസ്സിലാവാത്ത പോലെ എഴുതണമെന്ന്? ഒരു ഡോക്ടറുടെ ഹാൻഡ് റൈറ്റിംഗ് ഞാൻ കണ്ടിട്ടില്ല. നല്ലത് വായിക്കാനേ പറ്റില്ല. ഈ ഫാർമസിക്കാർ എങ്ങനെയാണോ കൃത്യം എടുത്ത് തരുന്നത് ഇല്ലേ, അവരെനിക്ക് തോന്നുന്നു ആ പഴയ സ്റ്റോക്ക് അങ്ങ് എടുത്തു കൊടുക്കുമായിരുന്നു. ഏതോ ഒരു ഡോക്ടർ കുറിച്ചു കൊടുത്തു, മോൾക്ക് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണോ? പിന്നെ അമ്മ അങ്ങനെയല്ലേ പറയൂല. അപ്പൊ ഒരു ഡോക്ടർ കുറിച്ചു കൊടുത്തു. ഈ മനുഷ്യന് ഈ പ്രിസ്ക്രിപ്ഷൻ, ഈ പേപ്പർ എടുത്തിട്ടുള്ള മരുന്ന് കടയിലൊക്കെ ചെന്നു. ആദ്യത്തെ മരുന്ന് കടക്കാരൻ പറഞ്ഞു, ഇതിപ്പോ സ്റ്റോക്കില്ല, 2 ആഴ്ച കഴിഞ്ഞേ വരും. രണ്ടാമത്തെ മരുന്ന് കടക്കാരൻ പറഞ്ഞു, ഈ സാധനം ഇല്ല, പക്ഷെ ഇതിന്റെ വേറെ ഒരു കമ്പനി ഉണ്ട്. മൂന്നാമത്തെ ആള് പറഞ്ഞു, ഇത് ഞാൻ ഒപ്പിച്ചു തരാം, ഉടനെ ഞാൻ ശരിയാക്കി തരാം. അപ്പൊ ഈ സംശയം കൊണ്ട് ഇയാള് ഡോക്ടറെ അടുത്ത് തിരിച്ചു പോയി. എല്ലാ മരുന്നും കിട്ടി, ഇത് മാത്രം കിട്ടിയില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു, അത് മരുന്നല്ല, പേന തെളിയാത്തോണ്ട് ഞാൻ വരച്ചു നോക്കിയതാണ്. ഏകദേശം അങ്ങനെയാ. അതായത് കലികാലത്തിൽ വഞ്ചിക്കുന്നവരും വഞ്ചിക്കപ്പെടുന്നവരും ഉള്ള ഒരു കാലഘട്ടം. ശരി, ഞാൻ ഇതെന്തിനാ ഇപ്പൊ പറഞ്ഞത്? ഡോക്ടറുടെ മുമ്പേ എന്താ പറഞ്ഞത്? കറക്റ്റ്. കയ്യിൽ വന്ന് ആ മരക്കഷ്ണം വീണു. ഈ മനുഷ്യൻ ഒരു വിധത്തിൽ ആശുപത്രിയിൽ പോവില്ല. അവസാനം ബന്ധുക്കളെല്ലാം, സുഹൃത്തുക്കളെല്ലാം നിർബന്ധിച്ച് അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഞാൻ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്ന ആളാ, എന്നിട്ടും ദൈവം കണ്ടില്ലേ, എന്റെ കൈ മുറിച്ചു. ഞാൻ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി ചെയ്ത വീട് കണ്ടില്ലേ, പൊളിഞ്ഞു. പരാതിയുടെ മീതെ പരാതി. അയാളെ നിർബന്ധിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ പോയി രാത്രിയായിരുന്നു, കെട്ടൊക്കെ ഇട്ടു. ഡോക്ടർ പറഞ്ഞു, ഒരു 4 മണിക്കൂർ ഇവിടെ ഇരുന്നിട്ട് പിന്നെ പോയിക്കോളും. അപ്പോഴും അയാൾക്ക് ദേഷ്യം. ഇത് ഇവര് കാശ് പറിക്കാനുള്ള പരിപാടിയാ. കറക്റ്റായിരുന്നു. 4 മണിക്കൂർ കഴിഞ്ഞ് വലിയ ബില്ലും കൂടെ കിട്ടി. ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ, ഇത്രയും നടന്നുകൊണ്ടിരുന്നപ്പോ മഴയത്ത് ആ വീട്ടിലത്തെ കൂര അങ്ങനെ ചരിഞ്ഞകത്തു പോയി. ആ മനുഷ്യൻ വീട്ടിൽ കിടക്കുന്നുണ്ടായിരുന്നെങ്കിൽ കൂര എവിടെ വീഴുമായിരുന്നു? അയാളുടെ തലയിൽ വീഴുമായിരുന്നു. ഇത് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഇത് തന്നെയാ സംഭവിക്കുന്നത്. സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഒരു വ്യക്തി ഈശ്വരനെ വിശ്വസിച്ച് നാമജപം തുടങ്ങിക്കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിനെ ഈശ്വരൻ സംരക്ഷിക്കുക ചെയ്യുന്നത്. നമ്മൾ ചെറിയ ചെറിയ കുറ്റം മാത്രം കാണും, പക്ഷെ അതിന്റെ പുറകെ എത്രയോ വലിയ ഗുണമുണ്ട്, അനുഗ്രഹമുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നില്ല. നാളെ കേരളീയർ, മലയാളികൾ ആഘോഷിക്കുന്ന വിഷു പൂജയും അങ്ങനെ ഒരു കണക്കാണ്. ഇതിന്റെ ശരിക്കുമുള്ള പഴയ പേരെന്ന് പറയുന്നത് വിഷ്ണു പൂജ എന്നാണ്. ഈ വിഷ്ണു പൂജയാണ് പറഞ്ഞിപ്പോ എന്തായത്? വിഷു പൂജയായത്. ഇനി ഒരു 25 കൊല്ലം കഴിയുമ്പോൾ ഇത് ഷൂ പൂജയായിട്ട് മാറും. ഇങ്ങനെ കട്ടായി അല്ലേ? ചിലർക്കൊക്കെ വീട്ടിൽ നല്ല പേര്, കൃഷ്ണകുമാർ, കൃഷ്ണസ്വാമി, അങ്ങനെ അച്ഛനമ്മ പേര്. നാട്ടുകാർ വിളിക്കണ എങ്ങനെയാണ്? കിച്ച, കുച്ച, അല്ലേ? അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? നല്ല പേരിനെ ഇല്ലാതാക്കിയിട്ട്. തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് പത്മനാഭൻ എന്ന പേരുണ്ട്, പക്ഷെ അത്ര പേരെയും വിളിക്കുന്ന എങ്ങനെയാ? പപ്പേട്ട, പപ്പി. നല്ല ഭഗവാന്റെ പേരിനെ ഇല്ലാതാക്കും. അങ്ങനെ തുടങ്ങിയതാണ് ഈ വിഷ്ണു പൂജ. ഇപ്പൊ എന്തായി മാറിയിരിക്കുന്നത്? വിഷു പൂജ. ഇനി ഒരു 50-100 കൊല്ലം കഴിയുമ്പോൾ എന്താകും? ഷൂ പൂജയായിരിക്കും. സത്യം. കാരണം
ഈ സുന്ദരമായ കേരളം 40-45 നദികൾ ഒഴുകുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. ഈ കേരളത്തിനെ ആരാ സൃഷ്ടിച്ചത്? പരശുരാമൻ. എന്തിനാണെന്ന് പരശുരാമനും അറിയില്ല, നമുക്കും അറിയില്ല. കേരളം മാത്രമല്ല, ഗോകർണം മുതൽ കന്യാകുമാരി വരെ ഉള്ളതാണ് മൊത്തം. കേരളം മാത്രമല്ല, മംഗലാപുരം, അങ്ങനെ മേലെ ഗോകർണം, അത് ഈ മുഴുവൻ പടിഞ്ഞാറേ ഭാഗത്തുള്ള സമുദ്രത്തിലിരുന്ന് മുഴുവൻ ഭൂമിയും പരശുരാമനാ സൃഷ്ടിച്ചത്. പരശുരാമൻ 21 തവണ ഭൂമി മുഴുവനും പര്യടനം നടത്തിയുള്ള ക്ഷത്രിയന്മാരെ എല്ലാം ശിക്ഷിച്ചു. എല്ലാവർക്കും വധിച്ചു, പലരെയും വധിച്ചു, പലരെയും ശിക്ഷിച്ചു. അതായത് ഉത്തരവാദിത്തത്തോട് അവന്റെ പാപപുണ്യവും അധികമാണ്. അത് വളരെ ശ്രദ്ധിക്കണം. ഇവിടെ എത്ര പേരാണ് ഗൃഹനാഥന്മാർ? അച്ഛന്മാർ എത്ര പേരുണ്ട്? എല്ലാരും ഉണ്ട്. അമ്മമാർ എത്ര പേരുണ്ട്? എല്ലാരും. നമ്മൾ നമ്മുടെ പാപം മാത്രമല്ല, കുടുംബാംഗങ്ങളുടെ പാപവും ഏറ്റെടുക്കണം. ഭാര്യ ചെയ്യുന്ന പാപത്തിന്റെ 50% ആർക്ക് കിട്ടും? ഭർത്താവിന് കിട്ടും. കുഞ്ഞുങ്ങൾ ചെയ്യുന്ന പാപത്തിന്റെ 50% ആർക്ക് കിട്ടും? അച്ഛനമ്മയ്ക്ക് കിട്ടും. എന്നാ ഭാര്യ ചെയ്യുന്ന പുണ്യം ഭർത്താവിന് കിട്ടോ? ഒന്നും കിട്ടൂല. ഇത് നഷ്ടക്കച്ചവടമാണ്. അറിയാതെ ആ പ്രഭുവൊക്കെ തലവെച്ചു കൊടുത്തത്. ഭാര്യ ചെയ്യുന്ന പാപത്തിന്റെ 50%, അതായത് ഗ്രഹനാഥൻ വന്ന് കുടുംബാംഗങ്ങൾ, അതായത് മക്കള് കൃഷ്ണാവബോധത്തിൽ വന്നില്ല, മക്കൾ നാമം ജപിക്കുന്നില്ല, മക്കൾക്ക് ഈശ്വര ചിന്തയില്ലെങ്കിൽ ആ ഗ്രഹനാഥർക്കും അതിന്റെ ശിക്ഷ കിട്ടും. അതേപോലെ മത്സ്യമാംസാദികൾ കേരളത്തിൽ വലിയ ഒരു 99% ജനങ്ങളും കേരളത്തിൽ എന്ത് കഴിക്കും? മത്സ്യം കഴിക്കും. ബാക്കി 1% കോഴി കഴിക്കും. ചുരുക്കത്തിൽ എല്ലാവരും കഴിക്കും. അപ്പോ ആ പാവം 6 പേർക്കാണ് വീതിച്ചു കൊടുക്കുന്നത്. ആര്? കൊന്നവൻ, വിറ്റവൻ, മേടിച്ചവൻ, പാചകം ചെയ്തവൻ, തിന്നവൻ, നോക്കി നിന്നവൻ, അവനും കൂടെ കിട്ടും. അതായത് ഒരു പാപം, ഒരു തെറ്റ് നടക്കുമ്പോൾ നമ്മൾ ചെന്ന് പ്രതികരിക്കണം, അല്ലെങ്കിൽ ആ ജീവനെ രക്ഷിക്കാൻ ശ്രമിക്കണം. നടന്ന ഒരു കഥ പറയാം. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ ബാംഗ്ലൂരിൽ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രമുണ്ട്. ബാംഗ്ലൂരിൽ സുന്ദരമായ ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ പുറകെ അറവശാലയാണ്. ഈ മൃഗങ്ങളെയൊക്കെ വെട്ടിക്കൊല്ലുന്ന ശാലയാണ്. നടന്ന ഒരു സംഭവം 2 കൊല്ലം മുമ്പ്. ഇവിടെ പശുത്തൊഴുത്തുണ്ട് ഈ ക്ഷേത്രത്തിൽ. കുഞ്ഞു പശു, ഒരു 5-8 പശുക്കൾ, ചെറിയൊരു പശുത്തൊഴുത്ത്. 2 കൊല്ലം മുമ്പേ ഒരു കിടാവ് അവിടെ ഇരുന്ന് വേലിയും പൊളിച്ച് ഇതിനകത്ത് ഓടി വന്ന് ഒളിച്ചിരിക്കാൻ. എവിടെ? ഈ പശുത്തൊഴുത്ത്. നടന്ന സംഭവം, ഒളിച്ചിരിക്കാൻ. കുറച്ചു കഴിഞ്ഞപ്പോ അറവശാലക്കാരൊക്കെ ഇവിടെയൊക്കെ അന്വേഷിച്ച് അമ്പലത്തിലും വന്ന് അന്വേഷിച്ചു. ഇവിടെ ഞങ്ങളുടെ പശു വന്നോ? അമ്പലക്കാർ വന്ന് ഇവിടെ ഒന്നും വന്നിട്ടില്ല, ആരും കണ്ടില്ല. ഇത് വേലിയുടെ ഇടയിൽ കൂടെ വന്ന് ഒളിച്ചിരിക്കുക, ആരും കണ്ടില്ല. വിശ്വാസമില്ലാതെ അവർ ചെന്നിട്ട് പശു തൊഴുത്തിലും അന്വേഷിച്ചു, കിടാവിനെ കണ്ടില്ല. ആ അമ്പല പശുക്കൾ മാത്രമേ അവിടെ നിൽക്കുന്നുള്ളൂ, വലിയ വലിയ പശുക്കൾ. അവർ എണ്ണിയൊക്കെ നോക്കി, എല്ലാം നോക്കി, ശരിയാ, ഈ കിടാവിനെ കണ്ടില്ല. അവര് തിരിച്ചു പോയി, എല്ലാം കഴിഞ്ഞു. വൈകുന്നേരം ഇവൻ പുല്ല് കൊടുക്കാൻ, വെള്ളം കൊടുക്കാൻ ചെന്നപ്പോ അവിടെ ഈ പുൽക്കെട്ടിന്റെ ഇടയിൽ ഒളിച്ചൊരു കിടാവ് കിടപ്പുണ്ട്. അവിടെ ഫ്രണ്ടിൽ 2 പശു ഇങ്ങനെ മറച്ചു നിൽക്കുന്നു. അവർക്ക് മൃഗങ്ങൾക്ക് അറിയാം, പശുവിനെ വെട്ടാൻ പോകുമ്പോൾ മനുഷ്യര് കരയുന്നത് പോലെ തന്നെ മൃഗങ്ങൾ കരയുകയും ചെയ്യും. അപ്പോ ആ പശുക്കൾക്കറിയാം ഇതിനെ വെട്ടാൻ കൊണ്ട്, അവരും കൂടെ മറച്ചു നിൽക്കാണ്. പിന്നെ അമ്പലക്കാര് ചെന്ന് അറവശാലയിൽ പറഞ്ഞു, നിങ്ങളുടെ കിടാവ് ഞങ്ങളുടെ തൊഴുത്തിലുണ്ട്, പക്ഷെ ഞങ്ങൾ തരില്ല. അവരെന്ത് ചെയ്തു? ഇത് തന്നെ നല്ല സമയം നോക്കിയിട്ട് ഡബിൾ പൈസ ചോദിച്ചു. പക്ഷെ അമ്പലക്കാരർ കൊടുത്തു. ഇന്നും ആ കിടാവ് ബാംഗ്ലൂരില് ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തില് സന്തോഷമായിരിക്കും. അപ്പോ ഭഗവാൻ എല്ലാവരെയും സംരക്ഷിക്കുന്നത്. കേരളത്തിൽ ഇത് വലിയ പാപമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ കേരളം, അതായത്
തെറ്റ് ചെയ്യുന്നവരെല്ലാം പരശുരാമൻ ശിക്ഷിച്ചു, വധിച്ചു. നമുക്ക് ഉത്തരവാദിത്തം വരുമ്പോ ചിലരൊക്കെ വിചാരിക്കാറുണ്ടല്ലേ, മത്സരിക്കാറില്ലേ, മന്ത്രിയാവാനും നേതാവാനും പഞ്ചായത്ത്. അവർ വിചാരിക്കുക ഇത് വെറുതെയാണെന്ന്. അങ്ങനെയല്ല. പുരാണങ്ങൾ പറയുന്നു, ഓരോ രാജാവും പ്രജകളുടെ 1/6 പാപം ഏറ്റെടുക്കേണ്ടി വരും. നേതാവ് അനുയായികളുടെ 1/6 പാപം ഏറ്റെടുക്കേണ്ടി വരും. ഗുരുനാഥൻ ശിഷ്യന്മാരുടെ പാപത്തിൽ 1 പങ്ക് ഏറ്റെടുക്കേണ്ടി വരും. അധ്യാപകൻ വിദ്യാർത്ഥിയുടെ പാവങ്ങളിൽ 1 പങ്ക് ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഉത്തരവാദിത്തം ഉള്ളവർ അനുയായികൾക്ക് ഈശ്വരനാമം പഠിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? അപ്പൊ നമ്മളെല്ലാവരും നമ്മളെ മക്കളെ എന്ത് ചെയ്യണം? 1 മാലയെങ്കിലും ജപിക്കാൻ പറയും. നമ്മളെന്ന് പറയും, ഇല്ലല്ല അവൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ അവന് ഒട്ടും സമയമില്ല. അതൊക്കെ നല്ല കാര്യം. എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നതും മെഡിസിൻ ഇതെല്ലാം നല്ല കാര്യം. പക്ഷെ കൂട്ടത്തിൽ എന്ത് പഠിപ്പിക്കണം? ഭഗവത് കാര്യങ്ങൾ കൂടെ. അത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ പിതൃശാപം, പിതൃദോഷം ആ മാതാപിതാക്കളെ ബാധിക്കും. നമ്മൾ പറഞ്ഞിട്ട് അവരനുസരിച്ചില്ലെങ്കിൽ വിഷയമില്ല, വിഷമമില്ല. നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞു എന്നിട്ട് അവർ ചെയ്തില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അത് മാതാപിതാക്കളുടെ ഭാഗത്തിരുന്ന് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. അപ്പോ ഈ രാജാക്കന്മാരെല്ലാം ശിക്ഷിച്ചതിന് ശേഷം പരശുരാമന് മതിയായി, ചോര കണ്ട് മതിയായി. എത്ര എന്ന് പറഞ്ഞ് ഇവരെ നന്നാക്കാനേ പറ്റുന്നില്ല. വരുന്ന ചക്രവർത്തികൾ, ക്ഷത്രിയന്മാരെല്ലാം അഹങ്കാരം, എന്റെ രാജ്യം, എന്റെ പണം, എന്റേത് വിട്ടു പോകരുത്. ഒരു സത്സംഗത്തിലുള്ള ആൾ പോലും പറഞ്ഞു, ഞങ്ങളുടെ കൃഷ്ണനാണ് നിങ്ങളുടെ ആശ്രമ അമ്പലത്തിലുള്ള കൃഷ്ണനേക്കാളും ഭംഗി. മൊത്തം എത്ര കൃഷ്ണനുണ്ട്? ഞങ്ങളുടെ അമ്പലത്തിലുള്ള കൃഷ്ണൻ നിങ്ങളുടെ അമ്പലത്തിലുള്ള കൃഷ്ണനേക്കാളും ഭംഗി. നോക്കിക്കോളൂ. ഈ മത്സരം എവിടെ താഴെ വരെ എത്തിയിരിക്കുകയാണ്. പൂന്താനം പാടിയിട്ടുണ്ട്. എന്താണ് ആ വരി? ജ്ഞാനപ്പാനയിൽ മത്സരത്തിനെ കുറിച്ച് ഒരു വരിയില്ലേ? അതല്ല. ഇങ്ങനെ മത്സരിച്ച് മത്സരിച്ച് ജനങ്ങൾ വൃഥാ നശിച്ചു പോകുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിലും മത്സരം. മറ്റുള്ളവരെക്കാളും ഞാൻ നന്നായിരിക്കണം. ഇനി അവൻ എന്തെങ്കിലും ജീവിതത്തിൽ ദോഷം വന്നാല കേൾക്കുമ്പോ വലിയ സുഖം. ആ കല്യാണം അറിഞ്ഞില്ല? ഏത് കല്യാണം? ആ 2 മാസം മുമ്പേ വളരെ ഗംഭീര. അറിഞ്ഞു എത്ര 10-100 പവനൊക്കെ. അതെ കാറൊക്കെ കൊടുത്തു. അതെ ശരിയാണ്, വലിയ കല്യാണം. അതെ അവരിപ്പൊ പിരിഞ്ഞു. ആണോ? കേട്ടപ്പോൾ സുഖം. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഒരു ചെറിയ രാക്ഷസൻ ഒളിച്ചിരിപ്പുണ്ട്. ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. വളരെ അടുത്ത് സ്നേഹിക്കുന്ന ആൾക്കാരെ ഒരു ദിവസമെങ്കിലും ഈ മനുഷ്യന്റെ കാലൊന്ന് ഒടിഞ്ഞിരുന്നെങ്കിൽ എത്ര സമാധാനം, അങ്ങനെയൊക്കെ ചിന്തിക്കും. ഞാനിപ്പോ അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചവരുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ബുദ്ധനെ പോലെ ഇല്ലെന്നേ പറയും. പക്ഷെ അങ്ങനെ ഉള്ളവർ നമ്മുടെ കൂട്ടത്തിലും ഉണ്ട്. ചില സമയം ദേഷ്യം വരുമ്പോ അങ്ങനെയൊക്കെ ചിന്തിക്കും മനുഷ്യൻ. നമ്മുടെ ഉള്ളിൽ ആ രാക്ഷസനുണ്ട്. പരശുരാമൻ ഭൂമി മുഴുവനും പര്യടനം ചെയ്ത് ക്ഷത്രിയന്മാരെല്ലാം ശിക്ഷിച്ചതിന് ശേഷം, വധിച്ചതിന് ശേഷം ചോര കണ്ട് മതിയായി. ചോരയെ ഇല്ലാത്ത ഒരു പുണ്യഭൂമി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് പടിഞ്ഞാറ് വശത്ത് വന്ന് തന്റെ പരശു മഴുവെടുത്ത് എറിഞ്ഞു. സുന്ദരമായ ഒരു ഭൂമി ഉയർത്തെഴുന്നു വന്നു. അതാണ് ഗോകർണം മുതൽ കന്യാകുമാരി വരെ ഉള്ള ഈ ഒരു പുണ്യഭൂമി, ദേവഭൂമി. അതിന് കേരളം എന്ന പേര്. നമ്മളെല്ലാം കൂടെ വന്ന് അതിനെ നശിപ്പിച്ച് റെഡിയാക്കി. പരശുരാമൻ ചോര വിഴാതെ ഉണ്ടാക്കിയ സ്ഥലത്ത് ഇപ്പൊ ചോരപ്പുഴ ഒഴുകാണ് അങ്ങോട്ട്. 44-45 നദികൾ. ഇവിടെ കൃഷിയേ ചെയ്യണ്ട. ചക്ക തിന്ന് വലിച്ചിട്ട ചക്കമര അങ്ങോട്ട് വന്നോളൂ. മാവ് തിന്നിട്ട് ഇങ്ങോട്ട് അറിഞ്ഞാൽ മാവ് വന്നോളൂ. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പേ ഓരോ വീട്ടിലും മുറ്റത്ത് ചക്കയും മാവും നിൽക്കുന്നുണ്ടായിരുന്നു. ഉണ്ടോ? എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. അത്രയും ദൈവം തന്നിട്ട് മടിയമ്മ ചക്ക വെട്ടാൻ മടി നമ്മുടെ ആൾക്കാർക്ക്. ചക്ക തിന്നില്ല, തെങ്ങിക്കാറാൻ മടി. ദൈവം തന്നതിന്റെ കുഴപ്പമാണ്. അങ്ങനെ ഒരു സുന്ദരമായ ഭൂമിയാണ് ഇതൊക്കെ.
എന്നിട്ട് പരശുരാമൻ ഇതിനെ ധ്യാനത്തിന് വേണ്ടി ഉപയോഗിച്ചു. ഈ ഭൂമി എന്തിനു വേണ്ടിയുള്ളതാണ്? ഈശ്വരീയ കാര്യങ്ങൾ, ധ്യാനം, പൂജ, ഇതിനു വേണ്ടിയുള്ള ഭൂമിയാണിത്, ദൈവത്തിന്റെ ഭൂമി. അപ്പൊ പരശുരാമൻ ഇവിടെ തപസ്യായിരുന്നു, പൂജാകർമ്മങ്ങളും ധ്യാനവും ചെയ്തിരുന്നപ്പോ 8 ബ്രാഹ്മണര് വന്നു. ബ്രാഹ്മണ കുടുംബം 8 പേര് വന്നു. അവരാണ് നമ്പൂതിരി, നമ്പൂതിരിപ്പാട്, എമ്പ്രാന്തിരി, ഭട്ടത്തിരിപ്പാട് എന്നൊക്കെ പറയുന്ന 8 കുടുംബക്കാർ വന്നു. അവര് വന്നിട്ട് പരശുരാമന്റെ അടുത്ത് ചോദിച്ചു, ഇത്ര സുന്ദരമായ ഭൂമി ഭാരതത്തിൽ വേറെ എവിടെയും ഇല്ല, അതുകൊണ്ട് ഈ ഭൂമി ഞങ്ങൾക്ക് തരണം, ഞങ്ങൾ ഇവിടെ യജ്ഞഹോമാദികൾ ചെയ്യാം. പരശുരാമനും പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് ഈ ഭൂമി ഇവർക്ക് ദാനമായി കൊടുത്തു. ആർക്ക് ദാനമായി കൊടുത്തു? ഈ നമ്പൂതിരി കുടുംബങ്ങൾ 8 പേർക്കും ദാനമായി കൊടുത്ത് പരശുരാമൻ ഹിമാലയത്തിലോട്ട് പോയി ധ്യാനത്തിനായി. ഇപ്പോഴും അവിടെ ആൾ ധ്യാനിച്ചിരിപ്പുണ്ട്. ആര്? പരശുരാമൻ. ചില ചിരഞ്ജീവിമാരുണ്ട്. ഹനുമാനുണ്ട് അവിടെ, വ്യാസനുണ്ട്, പരശുരാമനുണ്ട്, ജാംബവാനുണ്ട്, പിന്നെ അശ്വത്ഥാമനുണ്ട്. ഇങ്ങനെ ചില ചിരഞ്ജീവികളെല്ലാം അവിടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ബ്രാഹ്മണന് ചോദിച്ചു, അഥവാ വീണ്ടും ക്ഷത്രിയര് വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും, എങ്ങനെ രക്ഷപ്പെടും? അപ്പൊ പരശുരാമൻ അവർക്കൊരു മന്ത്രോപദേശം നടത്തി. എന്നിട്ട് പറഞ്ഞു, വിളിച്ചാൽ ഞാൻ വരാം, എന്തെങ്കിലും അപായം ദോഷം വരുമ്പോ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വരാം എന്ന് പറഞ്ഞ് പരശുരാമൻ അവിടെ ധ്യാനത്തിൽ പോയി. ഇവിടെ ആൾക്കാർ സുഖമായി 8 കുടുംബക്കാരും യജ്ഞഹോമാദികളും പൂജാകർമ്മങ്ങളും എല്ലാം ചെയ്ത് നല്ല ധർമ്മിഷ്ഠരായി ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാലക്രമേണ ആവശ്യത്തിനധികം മനുഷ്യന് എല്ലാം കിട്ടുമ്പോൾ ധർമ്മച്യുതി സംഭവിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കും. മാസം 1-ാം തീയതി അലമാറ തുറന്ന ഉടനെ 2-3 ലക്ഷം രൂപ ടിങ്. അടുത്ത മാസം 1-ാം തീയതി അലമാറ തുറന്ന വീണ്ടും 2-3 ലക്ഷം രൂപ. ആരെങ്കിലും ജോലിക്ക് പോവോ? ആരെങ്കിലും ജോലിക്ക് പോവോ? ഡോക്ടർ ജോലിക്ക് പോവോ? പോവേ ഇല്ല, ആരും പോവില്ല. അപ്പൊ ദൈവം എല്ലാം ഈ ഭൂമിയിൽ തന്നതുകൊണ്ട് ഇവർ ക്രമേണ പൂജാകർമ്മങ്ങളിൽ, യജ്ഞഹോമാദികളിൽ എല്ലാത്തിലും വീഴ്ച വരുത്തി. അങ്ങനെ പതുക്കെ ധർമ്മം നഷ്ടപ്പെടാൻ തുടങ്ങി. ഇവരുടെ ഇടയ്ക്ക് മത്സരമുണ്ടായി തുടങ്ങി. 8 പേരിൽ ഞാനാണോ വലുത്, നീയാണോ വലുത്, അങ്ങനെയൊക്കെ മത്സരമുണ്ടായി തുടങ്ങി. ഇപ്പൊ ഇവിടെ തന്നെ 100 പേരുള്ള വേദി, ഇതിൽ ഒരാൾ മാത്രം അതിഗംഭീരമായി നല്ല വിലപിടിപ്പുള്ള ഒരു കാറിൽ വന്ന് ഇറങ്ങുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ സ്വർണമെല്ലാം ധരിച്ചിരിക്കുന്നു, നല്ല വില കൂടിയ പട്ടുവസ്ത്രം ഇവിടെ വന്നിരിക്കുന്നു. അവർക്ക് തോന്നും ഞങ്ങൾ എല്ലാവരെക്കാളും ഉയർന്നവരാണ്. മറ്റുള്ളവർക്കെല്ലാം തോന്നും നശിച്ച എല്ലാ കള്ളപ്പണമാണ്. ഒരാൾ അഹങ്കാരം കൊണ്ട് ചിന്തിക്കുകയും ബാക്കി എല്ലാവരും അസൂയ കൊണ്ട് ചിന്തിക്കുകയും ചെയ്യും. ഇതാണ് ലോകം. അപ്പൊ ദൈവം എല്ലാം തന്നതുകൊണ്ട് ഈ 8 കുടുംബത്തിനകത്ത് മത്സരമായി. ഞാൻ വലുതോ നീ വലുതോ, ഞാൻ ചെറുതാണോ നീ വലുതാണോ, ഇവരെ തമ്മിൽ മത്സരമായി തുടങ്ങി. പൂജാകർമ്മങ്ങൾ നിർത്തി. അങ്ങനെ അവർ ഒരു തവണ എല്ലാവരും തൃശ്ശൂരിൽ കൂടി വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഒരു മഹാരുദ്ര ഹോമത്തിനായി എല്ലാവരും ഒത്തുകൂടി. ആരൊത്തുകൂടി? ആര്? ഈ 8 കുടുംബക്കാരും ഒരുമിച്ച് കൂടിയപ്പോ ഒരാൾ പറഞ്ഞു, ഈ പരശുരാമൻ മന്ത്രം തന്നതൊക്കെ ശരി, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. എല്ലാം കൂടെ ഇരുന്ന് മന്ത്രം ജപിച്ചു. പരശുരാമൻ ടിങ്. എന്തിനാ എന്നെ വിളിച്ചത്? ഞങ്ങൾ ടെസ്റ്റ് ചെയ്തതാ. പരശുരാമന് ദേഷ്യം വന്ന് ശപിച്ചു, നിങ്ങൾക്ക് അഹങ്കാരം, അഹമെന്ന ഭാവം ഒരു മനുഷ്യനെ ഇനി ഒരാളുടെ മുമ്പേ കുനിയാൻ അനുവദിക്കില്ല. തലഖനം, അഹങ്കാരം കൊണ്ട് നിങ്ങൾ നശിച്ചു പോകും, ഈ ഭൂമി അടയും എന്ന് ശപിച്ചു. ഇതെല്ലാം ഭൂമി, പഴങ്ങളും പച്ചക്കറി, ഇതൊക്കെ എവിടെ നിന്നാ കിട്ടിയത്? ഫാക്ടറിയിൽ നിന്നാ. ഇപ്പൊ വരുമ്പോ ഞാൻ കണ്ടു കുറെ സ്ഥലത്ത് പ്ലാസ്റ്റിക്കിൽ മറ്റേ കൊന്നപ്പൂ പ്ലാസ്റ്റിക്കിലായി. ശരി, ആ പ്ലാസ്റ്റിക്കും എവിടെ നിന്നാ വന്നത്? എല്ലാം ഭൂമിയിൽ നിന്നാണ്. പരശുരാമന്റെ ശാപം
ഭൂമി പതുക്കെ അടയാൻ തുടങ്ങി. അടഞ്ഞപ്പോൾ എന്തായി? ധാന്യങ്ങളില്ല, പഴങ്ങളില്ല, പച്ചക്കറികളില്ല, പൂക്കളില്ല, പരുത്തി കോട്ടൺ ഇല്ല, വസ്ത്രമില്ല, ഒന്നുമില്ല. നമ്മൾ ജീവിക്കുന്നതിന് 99% ആരെ ആശ്രയിച്ചിരിക്കുകയാണ്? ഭൂമി ദേവിയെ ആശ്രയിച്ചിരിക്കുകയാണ്. അപ്പൊ ഭൂമി അടഞ്ഞപ്പോ കേരളീയരൊക്കെ പറയും, കേരളത്തില് എന്താ പറയാ, ടാപ്പിയോക്കയ്ക്ക് മലയാളത്തിൽ എന്താ പറയും? കപ്പ. നമ്മുടെ തനതായ ഭക്ഷണം എന്നൊക്കെയാ പറയണ. അല്ല, 1940-50കളിൽ കേരളത്തിൽ മഹാപട്ടിണി ക്ഷാമമുണ്ടായി. അപ്പോ തെക്കൻ അമേരിക്കയിൽ നിന്ന് വരുത്തിയ സാധനമാണ് ഏത്? ഈ കപ്പ, അല്ലാതെ മലയാളിയുടെ അല്ല. അപ്പൊ ഇതെല്ലാം ഭൂമിയിൽ നിന്നാണ്. ഭൂമി അടഞ്ഞപ്പോൾ, പരശുരാമന്റെ ശാപം കാരണം ഭൂമി അടഞ്ഞപ്പോൾ ജീവിക്കാൻ നിവർത്തിയില്ലാണ്ടായി. എല്ലാവരും പരശുരാമന്റെ കാലിൽ വീണ് മാപ്പ് ചോദിച്ചു. പരശുരാമൻ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യും. എന്താ ചെയ്യ? പഴങ്ങള്, പച്ചക്കറി, പൂക്കള്, ധാന്യം ഇതെല്ലാം കൃഷി ചെയ്തിട്ട് ഈ കുന്നപ്പൂ പൂക്കുന്ന കാലം ഇതെല്ലാം കൊണ്ടുപോയി വിഷ്ണുവിന് സമർപ്പിക്കണം. നാളെ വീട്ടിലെല്ലാരും കലിയൊരുക്കില്ലേ? ആർക്ക് കൊണ്ടുപോയി വെക്കും? സായിബാബയ്ക്ക. ആർക്ക് കൊണ്ടുപോയി വെക്കിതെല്ലാം? എല്ലാം കൃഷ്ണന് വെക്കും. വെച്ചിട്ട് രാത്രി പല്ല് തേക്കാതെ കണ്ണൊക്കെ അടച്ചിട്ട് നമ്മൾ എന്നൊക്കെ തോന്നും അല്ലേ? ഭഗവാന് സർവത്ര ദ്രവ്യങ്ങളും പഴമൂലാദികൾ, എന്താ പറയാ, നമ്മുടെ വസ്ത്രം, കയ്യിലുള്ള ആഭരണം, പണം, എല്ലാം, വീട്ടിലത്തെ ഡോക്യുമെന്റ്, എല്ലാം, എന്തൊക്കെ നമ്മുടെ മൂല്യങ്ങളുണ്ടോ എല്ലാം കൊണ്ടുപോയി എന്ത് ചെയ്യണം? ഭഗവാന്റെ മുമ്പേ വെച്ച് ഈ വരുന്ന ഒരു കാലം ഭഗവത് പ്രസാദമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ആ വർഷം ഭഗവാന്റെ അനുഗ്രഹം, പ്രസാദം. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ. ഭഗവത് പ്രസാദം കൊണ്ട് ഒരു കൊല്ലം നമ്മൾ ആ പരശുരാമന്റെ ശാപത്തിലിരുന്ന് രക്ഷപ്പെടും. വീണ്ടും അടുത്ത വർഷം ഈ പഴങ്ങളും പച്ചക്കറി, ധാന്യം ഇതെല്ലാം കൊണ്ടുപോയിട്ട് ഭഗവാന്റെ മുമ്പേ വെച്ച് സമർപ്പിച്ച് പ്രസാദമായി എടുക്കുമ്പോൾ വീണ്ടും ഒരു കൊല്ലം ഈ ശാപത്തിലിരുന്ന് രക്ഷപ്പെടും. അങ്ങനെ വിഷ്ണു പ്രസാദം, വിഷ്ണു പൂജയാണ് പറഞ്ഞിപ്പോ എന്തായത്? വിഷു പൂജയായി. പകുതി പോയി. അപ്പോ സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും അനുഗ്രഹമാണെങ്കിലും പരീക്ഷണമാണെങ്കിലും നമ്മുടെ ജീവിതത്തിലെ മധ്യേ ആരുണ്ടായിരിക്കണം? ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. രഘുപതി രാഘവ രാജാരാം പതിത പാവന സീതാരാം. रघुपति राघव राजाराम पतित पावन सीताराम. रघुपति राघव राजाराम पतित पावन सीताराम. रघुपति राघव राजाराम पतित पावन सीताराम. श्री राम जय राम जय जय राम. 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 श्री राम जय
Hare Krishna 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 Hare Hare, Hare Ram 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 Hare Hare. Hare Krishna 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 Hare Hare, Hare Ram 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 Hare Hare. Hare Krishna 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 Hare Hare, Hare Ram 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 Hare Hare. Krishna 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 Hare Hare, Hare Ram 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 Hare Hare. Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare. सीताराम लक्ष्मण हनुमान की സൗണ്ട് പോരാ. സീതാരാം ലക്ഷ്മണ ഹനുമാൻ കീ. സന്തോഷമാണെങ്കിൽ ഉറക്കെ പറയണം. അപ്പോ അങ്ങനെ ഹനുമാന്റെ ജീവിതം അഹങ്കാരത്തിൽ തുടങ്ങി വിനയാൻവിതനായ ഒരു ഭക്തനായി മാറിയതാണ് ഹനുമാന്റെ ജീവിതയാത്ര. ഒരു ഭക്തൻ എങ്ങനെ ആയിരിക്കണം? വിനയമുണ്ടായി കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ അഹങ്കാരം കുറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് ആർക്കെങ്കിലും അഹങ്കാരം ഉണ്ടോ? ആർക്കും ഇല്ല. എല്ലാവർക്കും ഉണ്ട്. അപ്പോ ഹനുമാന്റെ ജന്മം തന്നെ വളരെ വിചിത്രമായ ഒരു ജന്മമായിരുന്നു. അത്രയ്ക്കും തേജസ്വിയായ ഒരു കുഞ്ഞായിരുന്നു ഹനുമാൻ. ഹനുമാൻ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ആ ബീജത്തിനെ ഏറ്റെടുക്കാൻ ആരും അത്രയ്ക്കും ഉഗ്രമായിരുന്നു. എനിക്ക് വേണ്ട, നിനക്ക് വേണ്ട, അങ്ങനെ ഇങ്ങനെ. അവസാനം ദേവഗണങ്ങൾ പോലും എനിക്ക് ഈ കുട്ടി വേണ്ട, സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അഞ്ജന എന്ന് പറയുന്ന വാനര സ്ത്രീയുടെ ഗർഭത്തിൽ അവര് നിക്ഷേപിച്ചു. ഈ കുട്ടി ജനിച്ചതിന് ശേഷമോ കുസൃതി എന്ന് പറഞ്ഞാൽ മഹാകുസൃതിയാണ്. കുഞ്ഞുങ്ങളെല്ലാം, ഇന്നലെ എനിക്ക് ഒരു ഡിവോട്ടിയെ ഭക്തന്മാര് പരിചയപ്പെടുത്തി. കുറുമ്പ് വാസ്തു, എന്താ പേര്? എന്താ ഒരു പേര് പറഞ്ഞു? ശ്യാം സുന്ദർ, കുറുമ്പ് സുന്ദർ. എവിടെ ആള് ഇല്ലേ ഇവിടെ? ഓക്കെ, ഇന്നലെ ഒരു ഡിവോട്ടി ഒരു കുഞ്ഞിനെ പരിചയപ്പെടുത്തിയതാണ്. ഒറിജിനൽ പേര് ശ്യാം സുന്ദർ എന്നാ, പക്ഷെ എല്ലാരും വിളിക്കുന്നത് കുറുമ്പ് സുന്ദർ എന്നാ. പക്ഷെ കുഞ്ഞുങ്ങള് അത്രയും എന്താ പറയാ വികൃതിയൊക്കെ കാണിക്കുന്നത് വളരുമ്പോൾ അത്രയും ശാന്തരും എന്താ പറയാ നല്ല സൽസ്വഭാവികളും ലോകത്തിന് നന്മ ചെയ്യുന്ന കുഞ്ഞുങ്ങളായിരിക്കും. പക്ഷെ കുട്ടിക്കാലത്തിൽ വാ തുറക്കാതെ മിണ്ടാപ്രാണിയായിരിക്കുന്നത് രാഷ്ട്രീയക്കാരനാവും. പിന്നെ എല്ലാം കൊണ്ടുപോയി വിറ്റുകളായി. അപ്പോ കുഞ്ഞുങ്ങൾ വന്ന് കുറുമ്പ് കാണിക്കുന്നത് വളരെ നല്ലതാണ്. ചൈതന്യ മഹാപ്രഭു ശ്രീകൃഷ്ണ ഭഗവാൻ കാണിക്കാത്ത കുറുമ്പാണോ? ചൈതന്യ മഹാപ്രഭു ബാല്യലീലയിൽ ഒത്തിരി കുറുമ്പ് കാണിച്ചിട്ടുണ്ട്. ശ്രീരാമചന്ദ്രമൂർത്തി കുട്ടിക്കാലത്തിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഹനുമാൻ പറയേ വേണ്ട. ശ്രീകൃഷ്ണ ഭഗവാൻ വെണ്ണ മോഷ്ടിക്കും. ഹനുമാൻ എന്താ മോഷ്ടിക്കുന്നതെന്ന് അറിയാമോ? സൂര്യനെ, ചന്ദ്രനെ, ഇതുങ്ങളെയാണ് മോഷ്ടിച്ച് തിന്നുന്നത്. ആലോചിച്ച് നോക്കും. ഭാഗ്യം, നമ്മുടെ കുട്ടികൾക്ക് അത്രയും ശക്തിയില്ല. ഹനുമാൻ മോഷണം ചെയ്യുന്നത് ഇങ്ങനെ ഇരുന്ന് ആകാശത്തിലോട്ട് നോക്കും.
നല്ല എന്തെങ്കിലും തിളങ്ങണ സാധനം ഉണ്ടെങ്കിൽ ഒറ്റ ചാട്ടം വിഴുങ്ങിക്കളയും. അധികം ഒന്നല്ല, 12 നക്ഷത്രത്തിനെയും ഒരു ചന്ദ്രനെയൊക്കെ വിഴുങ്ങിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. ബ്രഹ്മാവ് നക്ഷത്രത്തിനെയൊക്കെ സൃഷ്ടിച്ച് അടുത്ത ദിവസം വരുമ്പോൾ എണ്ണം കുറഞ്ഞിരിക്കുക, കുറച്ചൊക്കെ കാണാനില്ല. എല്ലാം എവിടെയാണ്? ഹനുമാന്റെ വയറ്റിനകത്ത. അങ്ങനെ ഗ്രഹങ്ങളെ വരെ അപഹരിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഹനുമാൻ. പിന്നെ നമുക്കിതിലൊന്നും വലിയ വിശ്വാസമേ, ഇതൊക്കെ കഥയല്ലേ. ഇതൊന്നും കഥയല്ല. അങ്ങനത്തെ കഴിവുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. രാഷ്ട്രീയക്കാരെ കണ്ടിട്ടില്ലേ? 3000 കോടി മോഷണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. 3000 കോടി മോഷ്ടിച്ച് 500 രൂപയുടെ നോട്ടാക്കിയ എത്ര ഉണ്ടാകും? ആലോചിച്ച് നോക്കൂ. ഒരു കെട്ടിന് 50,000 രൂപ. അപ്പൊ 1 കോടിക്ക് എത്ര കെട്ട് വേണം? മാക്സ് ലഭിക്ക 1 കോടിക്ക് അപ്പൊ എത്ര കെട്ട് വേണം? ഒരു കെട്ടിന് 50,000 രൂപ. അപ്പൊ 1 കോടിക്ക് എത്ര കെട്ട് വേണം? എല്ലാരും മാക്സ് ലഭിക്ക എത്ര വേണം? അയ്യേ, 100. അങ്ങനെ ചാടും. 100 50 ലക്ഷമല്ലേ ആയുള്ളൂ. ഒരു കെട്ടിന് 50,000 എന്ന് പറഞ്ഞ 200. വെരി ഗുഡ്, ഗുഡ് ബോയ്. 200 കെട്ട് 1 കോടിക്ക്. ഒരു മന്ത്രി 3000 കോടി മോഷ്ടിച്ചാൽ എത്ര കെട്ടായിരിക്കും? എനിക്ക് തോന്നി പന്തല് മൊത്തം വിരിച്ചു വെച്ച് നമുക്ക് കിടക്കാം. ഇതൊക്കെ എവിടെ കൊണ്ടുപോയാ വെക്കുന്നത്? എന്ത് ചെയ്യും ഇത് വെച്ചിട്ട്? മസാല ദോശ എത്ര എണ്ണം തിന്ന് തീരി. എന്നാലും മനുഷ്യന്റെ ആഗ്രഹത്തിന്, അത്യാഗ്രഹത്തിന് ഒരു അതിരുണ്ടോ? അല്ലേ? അപ്പോ ഹനുമാൻ അപഹരിക്കുന്നത് ഏതിനെയാ? ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, അങ്ങനെ ഗ്രഹങ്ങളെ പിടിച്ച് കൈക്കലാക്കിയപ്പോഴാ ഒരു ദിവസം രാവിലത്തെ ആ ഉദിക്കുന്ന ഉദയസൂര്യനെ കാണുന്നത്. കണ്ടിട്ടുണ്ടോ അങ്ങനെ? ഓറഞ്ച് കളർ, ഗോൾഡൻ കളർ. അതും സമുദ്ര തീരത്ത് ചെന്ന് കാണണം രാവിലത്തെ പ്രഭാത സൂര്യനെ. ആ സമുദ്രത്തിന്റെ വെള്ളം മുഴുവനും ഓറഞ്ച് കളറിലായിരിക്കും. കണ്ടിട്ടുണ്ടോ? അല്ലേ? ഇത് കണ്ടപ്പോ ഹനുമാൻ വിചാരിച്ചു ഇത് ഏതോ പ്രത്യേക മാമ്പഴമാണെന്ന് വിചാരിച്ചു. ഒറ്റ ചാട്ടം എന്തിനെടുക്കാൻ പോയി? സൂര്യന്. ദേവന്മാരെല്ലാം ഭയന്നു. ആലോചിച്ച് നോക്കൂ, സൂര്യനെ വിഴുങ്ങിയാൽ 24 മണിക്കൂർ രാത്രിയായിരിക്കും. പിള്ളേരൊന്നും വീട്ടിൽ എണീക്കത്തേ ഇല്ല. അമ്മു രാവിലെ എത്ര മണിക്ക് എണീറ്റത്? പിന്നെ രാവിലെ ആരും എണീക്കില്ല. ഫുൾ 24 മണിക്കൂറും ഇരുട്ടാണ്. ആരും ജോലിക്ക് പോവില്ല, ഒന്നും ചെയ്യില്ല. ഈ പ്രപഞ്ചത്തിന്റെ ചലനം വരെ സ്തംഭിച്ചു പോകും. സൂര്യനെ എല്ലാ ദേവഗണങ്ങളെല്ലാം ഭയന്നു. അങ്ങനെ ഇന്ദ്രൻ എന്ത് ചെയ്തു? തന്റെ വജ്രായുധം കൊണ്ട് ഹനുമാന്റെ താടി വായങ്ങ് അടിച്ചു പൊട്ടിച്ചു. അതുകൊണ്ട് ഹനുമാന്റെ വായി 2 പീസായി. കണ്ടിട്ടില്ലേ? ഇങ്ങനെ പോലെ ഇങ്ങനെ ഇരിക്കും. 2 പീസായതാ. അങ്ങനെ പൊട്ടിപ്പോയി. അന്ന് മുതൽ ലോകമേ അദ്ദേഹത്തിനെ എന്താ വിളിക്കുക? ഹനുമാൻ. ഹനുമാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പൊട്ടിയ താടിയുള്ളവൻ. ഇത് നല്ല പേരാണ്. ഇപ്പൊ ഒരാൾ എന്നെ പോലെ കറുത്തിരിക്കുന്നു, അപ്പൊ നമ്മൾ വിളിക്കുക കറുപ്പസ്വാമി അണ്ണാച്ചി സൗഖ്യമാ. അയാൾക്ക് ഇഷ്ടപ്പെടുവോ? ആർക്കെങ്കിലും ഇഷ്ടപ്പെടും? അപ്പൊ ഈ താടി പൊട്ടി അതൊരു ദോഷമാണ്. പക്ഷെ ലോകമേ അദ്ദേഹത്തിന് എന്താ വിളിക്കുന്നത്? ഹനുമാൻ, ഹനുമാൻ. താടി പൊട്ടിയവൻ, താടി പൊട്ടിയവൻ. പക്ഷെ ഹനുമാൻ ഒരു വിഷമവും. നമ്മളാരെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ എന്താ വരാത്ത? സദ്യ ഒരുക്കി, എനിക്ക് പപ്പടം തന്നില്ല, ഞാൻ ഇനി വരൂല്ല. ചെറിയ ചെറിയ കാര്യം മതി, അതിനെ മത്സരിച്ചിട്ട് നമ്മൾ അതിൽ കുറ്റം കണ്ടുപിടിക്കും. അപ്പോ ഹനുമാൻ എന്ത് ചെയ്തു? ഗ്രഹങ്ങളെ അങ്ങനെ എന്ത് ചെയ്തു? ഈ താടി പൊട്ടിച്ച് ബ്രഹ്മാവ് പറഞ്ഞു, ഹനുമാൻ അത് തിന്ന പഴമൊന്നും അല്ല, അത് സൂര്യനാണ്. നീ അതിനെ ഒന്നും പിടിച്ച് തിന്നരുത്. തിന്നാൽ പ്രപഞ്ചം അന്ധകാരത്തിലാകും. അന്ധകാരം എന്ന് പറഞ്ഞാൽ അജ്ഞതയാകും. അജ്ഞത എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ കൂടും. ആൾക്കാർ പകലിലാണോ കൂടുതൽ തെറ്റ് ചെയ്യുന്നത്, രാത്രിയിലാണോ തെറ്റ് ചെയ്യുന്നത്? ഏത് സമയത്താണ് കൂടുതൽ തെറ്റ് ചെയ്യുന്നത്? രാത്രിയിൽ. എല്ലാവർക്കും അനുഭവമുണ്ട്. രാത്രിയിലാണ് നമ്മൾ തെറ്റുകുറ്റങ്ങളൊക്കെ. പകൽ ചെയ്യാൻ തോന്നില്ല. ഇരുട്ടത്തിരിക്കുമ്പോഴാണ് ഈ വേണ്ടാത്ത ചിന്തകളൊക്കെ. ഇപ്പൊ എല്ലാരും ഇവിടെ ഒരു സത്സംഗത്തിലൊക്കെ ഇരിക്കുകയല്ലേ, ആർക്കെങ്കിലും അപ്പുറത്ത് അടുത്തിരിക്കുന്ന ആളെ ഒരു അടി കൊടുക്കണമെന്ന് തോന്നുമോ? തോന്നില്ല.
ഇതേ രാത്രിയാണ് ഇവിടെ ഇരിക്കണമെന്ന് വെച്ചോളൂ, അതിനനുസരിച്ച് ഇവിടെ ഒരു പാട്ടും പാടുന്നു വെച്ചോളൂ. യാരുടാ നീ അങ്ങനെ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഈ അടുത്തുള്ള അടി കൊടുത്താൽ എന്താണ്. നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു രാക്ഷസൻ അങ്ങ് ഉണർന്ന് നീറ്റ് വരും. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു ഹനുമാന്റെ അടുത്ത്, സൂര്യനെ നീ ഒന്നും ചെയ്യരുത്, അന്ധകാരം ഉണ്ടാകും, അജ്ഞത ഉണ്ടാകും, കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കും, അതുകൊണ്ട് ഈ പഴത്തിനെ മാത്രം നീ വിട്ടേക്ക്, വേറെ ഏത് പഴത്തിനാണെങ്കിലും തിന്നു. അങ്ങനെ ബ്രഹ്മാവിന്റെ അടുത്തുള്ള സ്നേഹം കാരണം ഹനുമാൻ എന്ത് ചെയ്തു? സൂര്യനെ ഉപദ്രവിച്ചില്ല. എന്നിട്ടും നിർത്തിയില്ല. പതുക്കെ ഇന്ദ്രനല്ലേ താടി പൊട്ടിച്ചത്, ഇന്ദ്രന്റെ സൈഡിൽ ചെന്നിട്ട് ഐരാവതവും വജ്രായി രണ്ടും തൂക്കി കൊണ്ടുപോയി ഹനുമാൻ. ഇന്ദ്രൻ പേടിച്ചിട്ട് ഇനി ആ കുട്ടിയുടെ കൂടെ ഞാൻ വഴക്കിന് പോവില്ല. ഐരാവതത്തിനെ മോഷ്ടിച്ചുകൊണ്ടുപോയി, പിന്നെ വജ്രായുധത്തിനെ കൊണ്ടുപോയി, നക്ഷത്രങ്ങളെ പിടിച്ചെടുത്തുകൊണ്ടുപോയി, എല്ലാം കൊണ്ടുപോയപ്പോ അവസാനം ദേവന്മാരെല്ലാം ഒരു മീറ്റിംഗ് കൂടി തീരുമാനിച്ചു, ഈ കുട്ടിയെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഈ കുട്ടിക്ക് എന്തെങ്കിലും ശിക്ഷ കൊടുക്കണം. അപ്പൊ നാരദ മഹർഷി അവിടെ വന്നു. നിങ്ങൾക്ക് ഈ കുഞ്ഞ് ആരെന്നറിയില്ല, ഭാവിയിൽ ഭഗവാന്റെ മഹാഭക്തനാകുന്ന ഒരു വ്യക്തിയും ഈ ലോകത്തിൽ രാമനാമം പ്രചരിപ്പിക്കുന്ന ഒരു മഹാത്മാവാണ്, നിങ്ങളാരും ഒന്നും ചെയ്യരുത്. ദേവേന്ദ്രൻ ചോദിച്ചത് ഇത് ഈ കുട്ടിയാ, ഇതാണോ രാമനാമം പ്രചരിപ്പിക്കാൻ പോകുന്നത്? ആർക്കും വിശ്വാസമില്ല. എന്നാലും നാരദ മഹർഷി പറഞ്ഞത് കൊണ്ട് എല്ലാവരും സമ്മതിച്ച് ഈ കുട്ടിക്ക് ഇനി ജ്ഞാനോപദേശം, അറിവ് പകർന്നു കൊടുക്കണം. പക്ഷെ ആര് ചെന്ന് പഠിപ്പിച്ചു കൊടുക്കും? ആരും പോകാൻ തയ്യാറല്ല. ആ സുന്ദരമായ ശ്ലോകമുണ്ടല്ലോ ഹനുമാന്റെ, എന്താണത്? വാനരയൂഥമുഖ്യം വാദാ, അങ്ങനെയൊക്കെ വരൂല്ലേ. ഫസ്റ്റ് ലൈൻ എന്താണ്? മനോജവം മാരുതതുല്യ വേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാ വരിഷ്ഠം. പിന്നെ വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. മനസ്സിൽ 24 മണിക്കൂറും ജപം ചെയ്യുന്നതിൽ വിദഗ്ധന. അതായത് അങ്ങനെ ആഴത്തിൽ മനനം ചെയ്യുന്നവരാരും തന്നെ ഇല്ല. ഇവിടെ തന്നെ ഈ 10, 100, 200 പേര് കൂടിയിട്ടുണ്ടെങ്കിലും ചിലരുടെ മനസ്സിൽ ഉച്ചയ്ക്ക് പായസം ഉണ്ടോ പായസം കാണും, ഉണ്ടായിരിക്കും, ഉണ്ടോ ഇല്ലേ, ചിന്തിക്കും. വേറെ ആരെങ്കിലും വിചാരിക്കും മണി 1 ആയിരുന്നെങ്കിൽ പോവായിരുന്നു. ഇവിടെ ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സ് ഇവിടെ ഉണ്ടോ? പക്ഷേ ഏത് യുദ്ധക്കളത്തിലാണെങ്കിലും, ഭൂമിയുടെ ഏത് കോണിലാണെങ്കിലും, ഏത് അവസ്ഥയിലാണെങ്കിലും ഹനുമാന്റെ മനസ്സിൽ എന്താ ഓടിക്കൊണ്ടിരിക്കുന്നത്? രാമ 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 രാമനാമ മനോജപം. പിന്നെ സഞ്ചരിക്കുന്നത് ഏത് വേഗത്തിലാണ്? മാരുതത്തുല്യ, കാറ്റിന്റെ വേഗത്തിൽ. നമ്മൾ ചിലർക്ക് സേവയൊക്കെ തരാറുണ്ട്, പ്രഭു അത് എടുത്തോണ്ട് വരണം. ഞാനോ എടുക്കണോ? ആ ചട്ടി, അതിന് കാലുണ്ടെങ്കിൽ അത് നടന്നു വരും. വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് ചില സർവീസ് അങ്ങനെ സേവനം ചെയ്ത അനുഭവം ആർക്കെങ്കിലും ഉണ്ടോ? താല്പര്യമില്ലാതെ, വെറുത്ത്, വേറെ നിവർത്തിയില്ലാതെ സേവനം ചെയ്ത എല്ലാ മഹാഭക്തനാണ് ഇവിടെ. ഹനുമാൻ അങ്ങനെയില്ല. പ്രഭുവിന് ഒരു സേവനം എന്ന് പറഞ്ഞാൽ ഏത് വേഗത്തിലാ പോകുന്നത്? കാറ്റിന്റെ വേഗത്തിൽ, മാരുതതുല്യ വേഗം. ലക്ഷ്മണൻ ബോധം കെട്ട് വീണപ്പോ ഒരു ചാട്ടം എന്തെടുക്കാൻ പോയി? സഞ്ജീവനി, ഒറ്റ ചാട്ടം അങ്ങോട്ട്. സംശയമായി ഏതാ സഞ്ജീവനി അല്ലേ? ഇപ്പൊ നമ്മളൊരു കുട്ടിയെടുത്ത് അവിടെ പോയി ഒരു ചട്ടി എടുക്കാൻ പറഞ്ഞാൽ ഉള്ളതിലെ ചെറിയ ചട്ടി എടുത്തോണ്ട് വരും. ഇത്രയും ബന്ധം എന്നെ കൊണ്ട് പറ്റൂല. പക്ഷെ ഹനുമാൻ എന്ത് ചെയ്തു? ആ സഞ്ജീവനി മരം ചെടി ഏതാണെന്ന് അറിയാത്തത് കൊണ്ട് എന്ത് ചെയ്തു? മുഴുവൻ പർവ്വതവും കൂടെ എടുത്തുകൊണ്ട് വരും. ഇതേ മേനോൻ പാരക്കാരെയാണ് അന്ന് അയച്ചിരുന്നെങ്കിൽ അവരവിടെ ചെന്നിട്ട് അടുത്ത് തിരിച്ചു വരും. അവിടെ കുറെ ചെടിയുണ്ട്. അത് ഏത് ചെടിയാണ്? അതെ, ഒരു 3 അടി പൊക്കത്തിലുണ്ട്. പോയിട്ട് വീണ്ടും തിരിച്ചു വരും. 3 അടി പൊക്കത്തിൽ 4 ടൈപ്പ് ഉണ്ട്. ഏതാണ്? അവന്റെ അടുത്ത് വിശദീകരിക്കുന്നതിന് പകരം നമ്മൾ തന്നെ പോയി എടുത്തുകൊണ്ട് വരാം. ഹനുമാൻ എന്ത് ചെയ്തു? സംശയം തോന്നിയപ്പോ പർവ്വതം തന്നെ ഇളക്കിയെടുത്തോണ്ട് വന്നു. മനോജപം മാരുതതുല്യ വേഗം. പിന്നെ ജിതേന്ദ്രിയം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത്. അതായത് ഇപ്പൊ ഇവിടെ സത്സംഗം നടക്കുകയാണ്, അവിടെ ഐസ്ക്രീമും പായസവും തീർന്നുകൊണ്ടിരിക്കും. ഇനി 2 മിനിറ്റേ ഉള്ളൂ. എത്ര പേര് ഇവിടെ ഇരിക്കും? എത്ര പേര് അതിനെ കുറിച്ച് ചിന്തിക്കും?
ആരും ചിന്തിക്കില്ല. നമ്മുടെ ചിത്തേന്ദ്രിയ അത്രയേ ഉള്ളൂ. ക്ലാസ് ഒക്കെ പിന്നെ കേൾക്കാം, അത് വേണമെങ്കിൽ റെക്കോർഡിങ്ങിൽ വേണമെങ്കിലും കേൾക്കാം. പക്ഷെ എന്ത് തീർന്നു പോകും? ഐസ്ക്രീം തീർന്നു. ഹനുമാന്റെ ഇന്ദ്രിയങ്ങൾ, ജിതേന്ദ്രിയം, തന്റെ ഇന്ദ്രിയങ്ങൾ അത്രയ്ക്കും നിയന്ത്രിച്ച വ്യക്തിയാണ്. ഹനുമാന് ദേഷ്യമേ വന്ന് ശ്രീരാമചന്ദ്രമൂർത്തി കണ്ടിട്ടില്ല. ആ മഹായുദ്ധത്തില് രാമൻ പോലും ചില നേരങ്ങളിൽ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. രാവണന്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടുണ്ട്, ശ്രീരാമചന്ദ്രമൂർത്തി കുംഭകർണന്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ലക്ഷ്മണൻ പിന്നെ 24 മണിക്കൂറും ദേഷ്യത്തിലാണ്. പ്രഷർ കുക്കർ, മലയാളിയാണ് ലക്ഷ്മണൻ, പ്രഷർ കുക്കർ പോലെ തൊട്ടാ പൊട്ടും. 24 മണിക്കൂറും ദേഷ്യം. ചില സമയം ജാമ്പവാന് ദേഷ്യം വരും, സുഗ്രീവന് ദേഷ്യം വരും, നളനീള അംഗദന്മാർക്ക് ദേഷ്യം വരും. ആർക്ക് ദേഷ്യമേ ഇല്ല? ഹനുമാൻ ശാന്തനായി ചെന്നിട്ട് യുദ്ധത്തിന് നടക്ക്. അവിടെ ഇരുന്ന് ആയിരക്കണക്കിന് രാക്ഷസന്മാർ സിംഹത്തിന്റെ മീതെയും ആനയുടെ മീതെയും അലറിക്കൊണ്ടുവരും. ഹനുമാൻ പതുക്കെ ചെന്ന് ഒരു മല പിഴുതെടുത്തോണ്ട് അവരെ മണ്ട കിട്ടാം. ആകെ മിസ്റ്റർ കൂൾ. ആര്? ഈ വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യം, ടെൻഷൻ അടിച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല. ഞാൻ ഒരിക്കല് പരമപൂജ്യ ജയപതാക സ്വാമി ഗുരുമഹാരാജിന്റെ അടുത്ത് കണ്ടു. കുറച്ച് ഭക്തര് വന്നിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് പ്രോഗ്രാമായി, സമയമായി, ആൾക്കാർ വന്നില്ല, ഇവര് വന്നില്ല, VIP വന്നില്ല, മന്ത്രി വന്നില്ല, ലേറ്റായി, ചോറ് വെച്ചത് കഴിഞ്ഞ് ആകെ ടെൻഷൻ. ഗുരുമഹാരാജ് ചോദിച്ചു, എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? പ്രോഗ്രാം മൊത്തത്തിൽ പോവാം, അത്രയല്ലേ ഉള്ളൂ, ഇതിനെന്തിനായിട്ട്? അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നുമില്ല, എല്ലാം ഒന്ന് നശിച്ചു പോവാം. അതിന്റെ അപ്പുറത്തൊന്നും സംഭവം, വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ? ഇതെല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാണോ ഇരിക്കുന്നത്? സാമ്പാർ പുകയോ അത് തീ വിചാരിക്കണം. നമ്മൾ എന്ത് വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ തീ പോലെ പൊള്ളിയിട്ടും അവിടെ കാര്യമില്ല. ഈശ്വരന്റെ അനുവാദമില്ലാതെ ഒരു പുൽക്കൊടി പോലും. ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഒരു ആശ്രമം, പഴയ തൈക്കാട് എന്ന പേര്. അവിടെ നാട്ടുകാർക്ക് ഞായറാഴ്ച ആവുമ്പോൾ ചട്ടിയും പാത്രമായിട്ട് വരും, സാമ്പാർ വാങ്ങിച്ചുകൊണ്ട് പോവാം. അവിടുത്തെ സാമ്പാർ ഭയങ്കര ഫേമസ് ആണ്. ആ സാമ്പാർ ഉണ്ടാക്കുന്ന ആള് വീട്ടിൽ പോയി ചെയ്താൽ അതുപോലെ വരില്ല. അമ്പലത്തിൽ ചെയ്താൽ ഒരു സ്പെഷ്യൽ സാമ്പാർ. അപ്പൊ പലരും വന്ന് ചോദിക്കാറുണ്ട്, അതിന്റെ റെസിപ്പി എന്താണ്? നമ്മുടെ ആൾക്കാർ കൂടുതൽ അതിനെ ഉപദ്രവിച്ചില്ല, അത് നല്ലതായി. ഭഗവാന്റെ ഒരു ഇച്ഛ, അനുവാദം, അത് മനോഹരമായി. ദൈവത്തിന്റെ അനുവാദമില്ലാതെ ഒരു പുൽക്കൊടി പോലും അനങ്ങത്തില്ല. അപ്പൊ എല്ലാവരും തീരുമാനിച്ചു, ഹനുമാന് വിദ്യ കൊടുക്കണം. ഈ കുട്ടി വളരെ കുറുമ്പനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതും സാധാരണ കുറുമ്പല്ല. പ്രപഞ്ചം പ്രകൃതിയുടെ നിയമങ്ങളിലാ കയറി കളിക്കുന്നത്. പക്ഷെ ശിക്ഷിക്കാന്ന് വെച്ചാൽ നാരദ മഹർഷി പറഞ്ഞു, ഈ കുട്ടിയെ ഒന്നും ചെയ്യരുതെന്ന്. ശരി, ആര് വിദ്യ പഠിപ്പിക്കും? ആരും റെഡിയായില്ല. എല്ലാവർക്കും പേടിയായി കുട്ടിയെ പഠിപ്പിക്കാൻ. അവസാനം എല്ലാരും കൂടെ തീരുമാനിച്ചു സൂര്യനെ കൊണ്ട് പഠിപ്പിക്കാൻ. കാരണം സൂര്യൻ ബൃഹസ്പതിയുടെ ശിഷ്യനാണ്. ബൃഹസ്പതിയെ വിളിച്ചു, നിങ്ങൾ വന്ന് ഹനുമാനെ പഠിപ്പിക്കോ. ബൃഹസ്പതി പറഞ്ഞു, ഞാൻ ഒരാഴ്ച സിക്ക് ലീവാണ്, ഞാൻ പിന്നെ വരാം. ആരും റെഡിയല്ല. അങ്ങനെ സൂര്യനെ ഏൽപ്പിച്ചു പഠിപ്പിക്കാൻ. സൂര്യൻ പറഞ്ഞു, ഹനുമാന്റെ അടുത്ത് ഒരു കുസൃതിയും ചെയ്യില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം. ശരി, ഒരു കുസൃതിയും കാണിക്കാതെ ഹനുമാൻ എന്ത് ചെയ്തു? സമസ്ത വിദ്യകളും പഠിച്ചു. ഏതൊക്കെ? ശാസ്ത്രം, അസ്ത്രം, അസ്ത്രശാസ്ത്രം, വേദങ്ങള്, ഉപവേദങ്ങള്, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, വാസ്തു, ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും പഠിച്ചു. അവസാനം പഠിച്ചതാണ് സംഗീതം. ആർക്ക് പാടാൻ അറിയാം? ഹനുമാൻ വലിയ സംഗീത വിദ്വാനാണ്. ഞാൻ കുറച്ചൊക്കെ ട്രൈ ചെയ്തു, ഒരു രാഗവും പോലും വരില്ല. ഈ കുട്ടികളൊക്കെ നന്നായിട്ട് പാടുന്നത് കേട്ടിട്ട് ഞാനും കുറെ ട്യൂണൊക്കെ ബൈഹാർട്ട് ചെയ്യും. 30 വർഷമായിട്ട് ഒറ്റ ട്യൂണ് വെച്ച് ഓട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ട്യൂണ് വരുന്നില്ല. ഇനി രാത്രി എല്ലാം ട്രൈ ചെയ്ത് ഞാൻ വന്ന് പാടിയാലും അത് തിരിഞ്ഞ് പഴയ ട്യൂണെന്നാണ്. ഹനുമാൻ മഹാസംഗീത വിദ്വാന. അങ്ങനെ സൂര്യന്റെ അടുത്തിരുന്ന് സമസ്ത വിദ്യകളും പഠിച്ചിട്ട് ഹനുമാൻ ഒരു ദിവസം ഹിമാലയത്തിൽ, കുട്ടിയാ, 5-6 വയസ്സായതേ ഉള്ളൂ. അതും എങ്ങനെയാ സൂര്യന്റെ അടുത്ത് വിദ്യ പഠിച്ചത്? സൂര്യൻ ഒരു ഭ്രമണം ചെയ്യുന്ന, അതായത് 13 നാഴിക ഭ്രമണം ചെയ്ത് വരുന്നതിന് മുമ്പ് ഹനുമാൻ കംപ്ലീറ്റ് പഠിച്ചു.
ഇതൊന്നും അറിയാതെ 12 വർഷം സ്കൂളിൽ പോയി, പിന്നെ 3-4 വർഷം കോളേജിൽ പോയി, എന്നിട്ടും ഒന്നും പഠിച്ചില്ല. 13 നാഴികയിൽ ഹനുമാൻ സർവത്ര വിദ്യയും നേടി. എല്ലാം പഠിച്ചിട്ട് അങ്ങനെ പർവ്വതത്തിന്റെ മേലെ ഇരുന്ന് ഹനുമാൻ കീർത്തനങ്ങൾ പാടിക്കൊണ്ടിരിക്കുക. നാരദ മഹർഷി കേട്ടു. ആഹാ, ഭാവിയിൽ രാമഭക്തനാവാൻ പോകുന്ന കുട്ടി, മഹായോദ്ധാവ്, മഹാവീരൻ, മഹാഭക്തൻ, പക്ഷെ ഇപ്പൊ കുറച്ച് കുസൃതി ഉണ്ടെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഹനുമാൻ വന്ന്, നാരദ മഹർഷി വന്ന് ഹനുമാനെ പ്രശംസിച്ചു. അപ്പോ നിനക്ക് പാടാൻ കഴിവുണ്ടോ? ഹനുമാൻ പറഞ്ഞു, ചെറിയ അല്പം കഴിവ് മാത്രമേ ഉള്ളൂ. ആണോ, ഒന്ന് പാടി കേൾപ്പിച്ചതാ. നാരദ മഹർഷി ഇരുന്നു, വീണയെ അടുത്ത് വെച്ചു. നാരദ മഹർഷിയുടെ വീണയുടെ പേര് മഹതി. അദ്ദേഹത്തിന്റെ എല്ലാ സാധനത്തിനും പേരുണ്ട്. അദ്ദേഹത്തിന്റെ ഉത്തരീയം, അംഗവസ്ത്രം, അതിന്റെ പേര് വൽക്കലം. വീണയുടെ പേരെന്താണ്? മഹതി. എല്ലാത്തിനും അദ്ദേഹത്തിന് പേരുണ്ട്. ആ വീണയൊക്കെ അടുത്ത് വെച്ച് നാരദ മഹർഷിയും താളം തട്ടി കണ്ണു അടച്ച്, ചിലരൊക്കെ കണ്ണടച്ചൊക്കെ പാട്ട് കേൾക്കില്ലേ, ഹനുമാൻ അങ്ങോട്ട് പാട്ട് തുടങ്ങി, നാരദ മഹർഷി കണ്ണടച്ച് താളം തടിച്ചോണ്ടിരിക്കുക. ഇരുന്ന പാറയെല്ലാം ഉരുകി വെള്ളം പോലെ, അങ്ങനത്തെ ഒരു പാട്ടാണ്. കല്ലും അലിഞ്ഞു പോകും. നമ്മൾ പാടിയ മൈക്കുകാരൻ മാത്രം കാണും, ബാക്കി എല്ലാവരും ഓടിപ്പോകും. കല്ല് വരെ അലിഞ്ഞ് വെള്ളമായി മാറി. നാരദ മഹർഷി ഇതൊന്നും അറിയുന്നില്ല. ആ വെള്ളത്തിലിരുന്ന് പാട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുക. കുറച്ചു കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കിയപ്പോ എവിടെ നോക്കിയാലും ജലം. നാരദ മഹർഷി എണീറ്റ് പറഞ്ഞു, ഹനുമാൻ നീ ഉഗ്രൻ, അതിമനോഹരം. ശരി, മതി, കീർത്തനം നിർത്തു. ഹനുമാൻ കീർത്തനം നിർത്തി. എന്തായി? ഇത് പാറ വീണ്ടും പറഞ്ഞ് പാറ കഷ്ണമായി, സോളിഡായി. നാരദ മഹർഷി വീണ എടുത്താ പുറത്ത് വരുന്നില്ല. വീണ സ്റ്റക്കായി. ഹനുമാൻ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് സ്ഥലം വിട്ടു. ഇപ്പൊ വീണ എങ്ങനെയാ പുറത്തെടുക്കുക? അത്രയ്ക്കും കുസൃതിയ. ദേഷ്യം വന്ന നാരദ മഹർഷി പറഞ്ഞു, ഹനുമാൻ നീ പഠിച്ചത് കംപ്ലീറ്റ് മറന്നുപോകും. ശാപം കൊടുത്തു. ഇത്രയും കുസൃതി എല്ലാം നീ മറന്നുപോകും. ആരെങ്കിലും വന്ന് നിന്നെ ഓർമ്മിപ്പിച്ചാലേ നിന്റെ ശക്തി നിനക്ക് വീണ്ടും ഓർമ്മയിൽ വരുള്ളൂ. അത്രയ്ക്കും വിനയമാണ്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ പാലക്കാട് ജില്ലയിൽ നമ്മുടെ വീടും പ്രമാണം മറന്നു പോകുന്ന ആൾക്കാർ? എനിക്ക് വീടുണ്ടോ? മറന്നു പോയിട്ടോ. 2 നിലയാണോ? യെല്ലോ കളറാണോ? മറന്നേ പോയി. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അത്രയും വിനയം ആർക്കെങ്കിലും ഉണ്ടോ? വേണമെങ്കിൽ നമ്മൾ അടുത്തവന്റെ വീടും കാണിച്ചാൽ ഇന്നതാണെന്ന് പറയും, ഇല്ലേ? അത്രയ്ക്കും വിനയം, സ്വന്തം അനുഗ്രഹം, കഴിവ് വരെ ഹനുമാൻ മറന്നുപോയി. ആരെങ്കിലും വന്ന് ഓർമ്മിപ്പിച്ചാൽ മാത്രമേ ഹനുമാൻ അത് ഓർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് സീതാദേവിയെ അന്വേഷിച്ചു പോയപ്പോ ജാംബവാൻ പറഞ്ഞു, ഞാൻ ഒരു 200 യോജനം ചാടും. സുഗ്രീവൻ പറഞ്ഞു, ഞാൻ വിചാരിച്ച ഒരു 50 യോജനം ചാടും. ഈ മുഴുവൻ ഒറ്റ ചാട്ടത്തിൽ ലങ്കയ്ക്ക് പോകാൻ കഴിവുള്ളത് ഹനുമാൻ മാത്രമേ ഉള്ളൂ. ഹനുമാന്റെ അടുത്ത് ചെന്ന് അവർ ഓർമ്മിപ്പിച്ചു, ഹനുമാൻ നിന്നെ കൊണ്ട് ചാടാൻ പറ്റും. എനിക്ക് പറ്റുമോ? തീർച്ചയായിട്ടും നിന്നെ കൊണ്ട് പറ്റും. നിങ്ങൾ എല്ലാവരും പറയുന്ന കൊണ്ട് ഞാൻ ശ്രമിക്കാം. ഒരു ചാട്ടം, ഒരു പർവ്വതത്തിൽ നിന്ന് നേരെ ലങ്കയിലേക്ക്. ഈ പർവ്വതത്തിന്റെ പേര് ഗന്ധമാദന പർവ്വതം. അതിന്റെ പുറത്ത് കയറി ഹനുമാൻ ചാടിയത്. ഈ ചാട്ടത്തിൽ ഈ പർവ്വതം എന്താ? ഇത് നേരെ സമുദ്രത്തിനകത്ത്. അത്രയ്ക്കും ശക്തിയാ. ഇത്ര കഴിവും ശക്തിയും ബലവും പരാക്രമവും ബുദ്ധിയും ജ്ഞാനവും വിദ്യയും എല്ലാം ഉണ്ടായിട്ടും എന്തില്ല? അഹങ്കാരം. ഇതിൽ ഏതെങ്കിലും ഒന്ന് കടുകളവ് നമുക്കുണ്ടെങ്കിൽ അഹങ്കാരം കൊണ്ട് 2ഓ 4ഓ കൊമ്പ് വന്നേനെ. ഇപ്പൊ ഇവിടെ ആർക്കെങ്കിലും അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് വെച്ചോളൂ. പാടി കല്ലിനെ വെള്ളമാക്കാൻ പറ്റും, വെള്ളത്തിന് തിരിച്ച് കല്ലാക്കാൻ പറ്റും. അങ്ങനെ ഒരു സിദ്ധി ഇവിടെ ആർക്കെങ്കിലും കിട്ടി എങ്ങനെ ഇരിക്കും? അടുത്ത ദിവസം ഷർട്ടൊക്കെ ഇട്ട് പട്ടി ചത്തറൊക്കെ മേലെ ഇട്ട് 10 സ്വർണ്ണ മോതിരം. സുഖമാണോ? എല്ലാരും എങ്ങനെയുണ്ട്? ഒരു പുലിനകവും കൂടെ കഴിക്കില്ല, ഇല്ലേ? ഈ വിദ്വാൻമാര് ഭാഗവതരെയൊക്കെ കണ്ടിട്ടില്ലേ നാട്ടും പുറത്ത്, ഇല്ലേ? കുറച്ച് അല്പം കഴിവ് കൂടി എന്താണ്? കഴുത്തിലൊരു പുലിനകം, ഒരു 10 സ്വർണ്ണ മോതിരം, ഒരു പട്ട് വസ്ത്രം. അത് ഷർട്ട് ഇടൂല. ഈ വലിയ വയറിന് മേലെ പുലിനകം ഹലോ അങ്ങനെ നിൽക്കും. എല്ലാം ഒരു സെറ്റപ്പാണ്.
ഒരു എക്സ്ട്രാ വേഷം, പിന്നെ ചെവിയിൽ 2, ഇല്ലേ? അല്പജ്ഞാനം. ഇത്തിരി ജ്ഞാനം വന്നപ്പോ മനുഷ്യന്റെ അഹങ്കാരം കണ്ടില്ല. ഇത്രയും വിദ്യയും ജ്ഞാനവും വേദാന്തിയുമായിട്ട് എല്ലാം ഉണ്ടായിട്ടും ഹനുമാൻ യാതൊരു അഹങ്കാരവുമില്ല. ആരെങ്കിലും വന്ന് ഓർമ്മിപ്പിച്ചാൽ മാത്രമേ ഹനുമാൻ സംസാരിക്കുള്ളൂ. ഓരോ വേദിയിലും ശ്രീരാമചന്ദ്രമൂർത്തി ഹനുമാനെ നോക്കി, ഹനുമാൻ നിന്റെ അഭിപ്രായം എന്താണ് ചോദിച്ചാൽ മാത്രമേ ഹനുമാൻ വാ തുറക്കുകയുള്ളൂ. ശ്രീരാമ സേവനം, ശ്രീരാമനാമം, അതാണ് താരക മന്ത്രം എന്ന് പറഞ്ഞ് ശ്വാസം വിടാൻ മറന്നാൽ പോലും രാമനാമം മറക്കാതെ രാമന്റെ സേവനമാണ് എന്റെ ജീവിതത്തിന്റെ കർത്തവ്യം. അതായത് വിദ്യ മറന്നു, സംഗീതം മറന്നു, എല്ലാം മറന്നു ഹനുമാൻ. അതിന്റെ മൂർധന്യ അവസ്ഥ ആലോചിച്ച് നോക്കണേ. കല്യാണം കഴിക്കാനും മറന്നു. അത് മറന്നവരാരെങ്കിലും ഇവിടെ ഉണ്ടാ? ആരെങ്കിലും? കുറച്ച് തിരക്കായിരുന്നു, കല്യാണം കഴിച്ചു മറന്നു. ആരെങ്കിലും? അതുവരെ മറന്ന ഒരു വ്യക്തിയാണ് ഹനുമാൻ. കാരണം ശ്രീരാമചന്ദ്രമൂർത്തിയുടെ സേവനമായിരുന്നു അദ്ദേഹത്തിന്റെ. അതിലാണ് ആനന്ദം. നമ്മളെല്ലാവരും ആ ഒരു അവസ്ഥയിൽ പോയില്ലെങ്കിലും, ചിലർക്ക് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ചില നമ്മുടെ അമ്പലത്തിലൊക്കെ വന്ന് ഇങ്ങനെ വെറുതെ സമയം കൊല്ലാനിരുന്ന് ചിലരൊക്കെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് പെട്ടെന്ന് എണീറ്റ് അയ്യോ വൈഫിനെ താഴെ നിൽക്കാൻ പറഞ്ഞിട്ട് ഞാൻ മറന്നുപോയി ഓടിച്ചു. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരും ഷോപ്പിങ്ങിന് പോയിട്ട് കുട്ടിയെ അവിടെ ബാസ്ക്കറ്റിൽ വെച്ചിട്ട് ഉള്ള ടിഷ്യൂ പേപ്പർ എല്ലാം വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് പോകും. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. കുട്ടി അവിടെ ഒരു കൊട്ടയിലാണ്, കൊട്ടയിലുള്ള സാധനം എല്ലാം വീട്ടിലാണ്. അതും ഗീതയിൽ പറയുന്നുണ്ട്. മറവി കൂടുതൽ എന്തുകൊണ്ടാണ്? ശ്ലോകം തന്നെ ഉണ്ട്. ക്രോധാദ്ഭവതി സമ്മോഹ, സമ്മോഹ സ്മൃതി വിഭ്രമ, സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി. ദേഷ്യം അധികമായി കൊണ്ടേയിരുന്നാൽ ഓർമ്മപ്പിശകുണ്ടാകും. ഇവിടെ ആർക്കെങ്കിലും ഓർമ്മപ്പിശകുണ്ടോ? ഡെയിലി താക്കോൽ എവിടെ, ഹാൻഡ് ബാഗ് എവിടെ, പർസ് എവിടെ, മുഖത്ത് തന്നെ കണ്ണട വെച്ച് കണ്ണട എവിടെ, കണ്ണട ഡെയിലി അന്വേഷിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ദേഷ്യം വർദ്ധിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ അഹങ്കാരിയായി കുസൃതിയായി ഇരുന്ന ഹനുമാൻ പിന്നീട് കാലത്ത് മഹാഭക്തനായി ശ്രീരാമചന്ദ്രമൂർത്തി തോളോട് തോൾ ചേർത്ത് ആലിംഗനം ചെയ്യുന്ന ആ ഒരു ഉയരത്തിലേക്ക് ഹനുമാൻ ഉയർന്നു. എവിടെ പ്രഭു പോകണമെന്ന് ആഗ്രഹിച്ചാലും ഹനുമാൻ എന്ത് ചെയ്യും? തന്റെ തോളിൽ കയറ്റിക്കൊണ്ട് ശ്രീരാമചന്ദ്രമൂർത്തി തോളിൽ ഇരിക്കും. ഇനി ഒരു വശത്ത് ലക്ഷ്മണൻ ഇരിക്കും. ഹനുമാന്റെ 2 കൈകളും ഇങ്ങനെ ഉണ്ടാകും. ആ കൈകളിൽ അവരുടെ പാദങ്ങൾ താങ്ങി പിടിച്ചുകൊണ്ടാണ് കാറ്റിന്റെ വേഗത്തിൽ പോകുന്നത്. അപ്പൊ ഈ ഭക്തിയിലൊക്കെ വരുന്നത് സേവനം ചെയ്യുന്നത് മഹാഭാഗ്യമാണ്. ഇത് ചെയ്യുമ്പോൾ കൃഷ്ണ ഭഗവാൻ ഗീതയിൽ പ്രോമിസ് ചെയ്യുന്നുണ്ട്. അനന്യസ് ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യവിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. LICയുടെ സിമ്പിൾ കണ്ടിട്ടുണ്ടോ? ഒരു വിളക്കും 2 കയ്യും ഉണ്ടാവും, ഇല്ലേ? LICയിൽ ആരും കാശടച്ചോ? എല്ലാരും അടച്ചു. താഴെ യോഗക്ഷേമം വഹാമ്യഹം എന്ന് എഴുതിയിട്ടുണ്ടാവും. പക്ഷെ അത് ഗീതയിലുള്ള ശ്ലോകമാണ്. ഗീതയിൽ ഭഗവാൻ പറയുന്നു, അങ്ങനെ ഒരു ഭക്തൻ ഉണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ അത് ഞാൻ സംരക്ഷിക്കും. അദ്ദേഹത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അത് ഞാൻ നൽകുകയും ചെയ്യും. അപ്പോ ഇത്രയേ നമ്മുടെ അഭ്യർത്ഥനയുള്ളൂ. ഈ വിഷു പ്രമാണിച്ച് ദിവസവും എല്ലാവരും ഒരു 108 തവണ നാമജപം ചെയ്യാം. നാമജപം ചെയ്യുന്നവർ എത്ര പേരുണ്ട്? സ്ഥിരം അനേകം ആൾക്കാർ. ശരി.